അനിയത്തിയുടെ ഒപ്പം പഠിച്ചതാ. അവൾക്ക് കല്യാണത്തിന് നേരിട്ട് ക്ഷണിക്കാനായിരുന്നു. കത്ത് കാണുന്നില്ല. കഴിഞ്ഞ കൊല്ലം വന്ന കത്താ. മൈസൂരിലാ ഇപ്പോഴും. മഹാറാണീസ് കോളേജാ, അതെനിക്ക് ഓർമ്മയുണ്ട്. വരട്ടെ, മൈസൂർ പരിചയക്കാരുണ്ട്, അന്വേഷിക്കാം. ടീച്ചറില്ലേ? മിസ് ശ്യാമള മേനോൻ? ഞാനാണ്. ഓ, നിങ്ങളുടെ ചെറുവാടിയുള്ള വീടും സ്ഥലവും വിൽക്കാനുണ്ടെന്ന് നാരായണൻ പറഞ്ഞു. അതിന് ജ്യേഷ്ഠനെ കണ്ടാ മതി. കാണുന്നുണ്ട്. നാരായണനാണ് ഈ വിലാസം തന്നത്. മൈസൂരിൽ വരേണ്ട വേറെയും കാര്യം ഉണ്ടായിരുന്നു. വിൽക്കാൻ ജ്യേഷ്ഠന് ഇഷ്ടമില്ല. അത് ചെതലരിച്ച് വീഴാറായി. വീഴട്ടെ, ജ്യേഷ്ഠൻ എഴുതിക്കോളൂ. ഇപ്പൊ മനസ്സ് മാറിയോന്നറിയില്ല. വിൽക്കണില്ല എന്നാ മുമ്പ് പറഞ്ഞത്. ടീച്ചറെ കണ്ടപ്പോ ടീച്ചറുടെ ചെറുപ്പത്തിലൊരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സ്കൂൾ ഗ്രൂപ്പിലാ. ശരിയാണ്, സെലീനയുടെ ആൽബത്തില്. ഏത് സെലീന? സെലീന ഫ്രാൻസിസ്. ഓ, എന്റെ ലീന. എവിടെയാണിപ്പോൾ? സ്കൂളിൽ നിന്ന് പപ്പ വിടുവിച്ചു കൊണ്ടുപോയി പിന്നെ എനിക്ക് ഒരു വിവരമില്ല. എത്ര ആളോട് അന്വേഷിച്ചു. അവൾ എവിടുന്ന് കണ്ടു? ഇപ്പൊ എന്ത് ചെയ്യുന്നു? വിലാസം മാറി. സെലീന ജോസഫ്. ആ പേര് കേട്ടിട്ടുണ്ടോ? എൻ്റെ ഒരു ഫ്രണ്ടാണ് മാരി ഇരിക്കുന്നത്, മാത്യു ജോസഫ്. മലയാളം മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ് ഒന്നും കാണുന്നുണ്ടാവില്ല അല്ലേ? ചിലപ്പോ. സെലീന ജോസഫ് കുറച്ചൊക്കെ പ്രസിദ്ധയായിരുന്നു. ആ പേരിൽ കുറെ കവിതകളൊക്കെ വന്നിട്ടുണ്ട് മലയാളത്തിൽ. അത് അന്നേ അവൾക്കൊരു ഹോബിയായിരുന്നു. പക്ഷേ ഹോബി പിന്നെ സീരിയസ് ആയി. ഞാൻ പക്ഷെ ശ്രദ്ധിച്ചിട്ടില്ല. കവിതകൾ അങ്ങനെ നാട്ടിലും കവിതകൾ വായിക്കുന്നവർ വളരെ റെയറാണ്. നിങ്ങൾ? ലീനയുടെ ഹസ്ബൻഡ് മാത്യുവിന്റെ ഫ്രണ്ട്. ചുമരിലും ഡെസ്കിലും ഒക്കെ ആയിരുന്നു അന്നവരുടെ എഴുത്ത്. വട്ടാണെന്ന് പറയും ഞങ്ങളൊക്കെ. എല്ലാ ജീനിയസുകൾക്കും കുറച്ചതുണ്ടാവും, വട്ട് ഓർ എക്സെൻട്രിസിറ്റി. അവളുടെ അഡ്രസ് കിട്ടാൻ ഞാൻ എത്ര ട്രൈ ചെയ്തു. കല്യാണമെങ്കിലും ഒന്നും അറിയിച്ചില്ലല്ലോ. ഇവിടത്തെ അഡ്രസ് അറിയാഞ്ഞിട്ടാവും. നാട്ടിലെ അഡ്രസ്സിൽ എഴുതിയാലും എനിക്ക് റീഡയറക്ട് ചെയ്ത് കിട്ടില്ലേ? എന്നിട്ട് ഇപ്പോൾ അവൾ എവിടെ? പൊളിച്ച ചീത്തയാണ് ശരിക്കും എഴുതേണ്ടത്. എവിടെയാണ് കക്ഷി? സോറി, ലീന മരിച്ചു. ഒരു സില്ലി ആക്സിഡന്റ്. സില്ലി എന്ന് പറഞ്ഞാൽ ഒരു തോക്ക് ക്ലീൻ ചെയ്യുമ്പോഴായിരുന്നു. മലയാളം പേപ്പേഴ്സിലൊക്കെ പ്രാധാന്യത്തോടെ ന്യൂസ് വന്നിരുന്നു. പുകയിലയുടെ വെള്ളം തെളിച്ചാൽ മതി. സ്ഥലം വാങ്ങേണ്ട കാര്യത്തിനല്ല സത്യത്തിൽ ഞാൻ വന്നത്. ഒരു ഇൻട്രഡക്ഷന് വേണ്ടി കാര്യസ്ഥൻ നാരായണനിൽ നിന്ന് തുടങ്ങിയെന്ന് മാത്രം. ക്ഷമിക്കണം. സംസാരിക്കാനുള്ളത് ലീനയെ പറ്റിയാണ്. ഒരു കവിയുടെ വികാസത്തിന്റെ ആദ്യഘട്ടങ്ങൾ അടുത്ത് കണ്ടാണെന്ന നിലയ്ക്ക് ചിലത് ചോദിച്ചറിയാം. അത്രയ്ക്കൊക്കെ ടാലൻസ് ഉണ്ടായിരുന്നു. അന്നൊരു ജോക്കായിരുന്നു ഞങ്ങൾക്ക്. യെസ്, ഒരു ചെറിയ പ്രദേശത്ത് ചെറിയ ഭാഷയിൽ എഴുതിയെന്ന കുഴപ്പം മാത്രമേ ഉള്ളൂ. സിൽവിയ പ്ലാത്ത് അമേരിക്കയിൽ ജനിച്ചു, ഇംഗ്ലീഷിൽ എഴുതി. അതുകൊണ്ട് ആത്മഹത്യ ചെയ്തപ്പോൾ ഭാഷ്യങ്ങൾ എഴുതാൻ ഇവിടുത്തെ പ്രൊഫസർമാരടക്കം 100 പേരുണ്ടായി. ശ്യാമള പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണെന്ന് അറിയാം. ആര് പറഞ്ഞു? സ്ഥലം കണ്ടുപിടിക്കാൻ ഞാൻ ആദ്യം കയറിയത് പ്രിൻസിപ്പലിന്റെ വീട്ടിലാണ്. കൃഷിപ്പണിയുടെ തിരക്കിലാണെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും വരാം. ഒരു തിരക്കുമില്ല, വരൂ. ലീനയുടെ ഹസ്ബൻഡ് മാത്യു ജോസഫും ഞാനും കുറെ കാലം ഡൽഹിയിൽ ഒരുമിച്ചായിരുന്നു. ടൈംസിൽ ന്യൂസ് എഡിറ്റർ ആയിരുന്നു. ഫാദർ മരിച്ചപ്പോൾ നാട്ടിൽ വന്നു. റബ്ബർ തോട്ടം നോക്കി കൂടുന്നു. ഞാനും ഒരു ജേർണലിസ്റ്റ് ആണ്. ബാലു, ടി ബാലചന്ദ്രൻ നായരെന്ന് പറയും. സൺഡേയിൽ കണ്ടിട്ടുണ്ട് ചിലത്. പൂലൻ ദേവി ഇന്റർവ്യൂ ചെയ്തത് ഇല്ലസ്ട്രേറ്റഡ് വീക്ക്ലി. അത് ഞാൻ തന്നെ. പൂലൻ ദേവിക്ക് നന്ദി പറയണം. അതാണ് ഇപ്പോഴും ആളുകൾക്കൊക്കെ ഓർമ്മിക്കാനുള്ളത്. ഏത് പേപ്പറിലാണ് ഇപ്പോൾ? സ്ഥിരം പത്രമില്ല, ഫ്രീലാൻസിങ്. പരസ്യത്തിന് കോപ്പി റൈറ്റിംഗിനാണ് ഇപ്പോൾ ഓഫർ ഉള്ളത്. നിശ്ചയിച്ചിട്ടില്ല. കോപ്പി റൈറ്റിംഗ്? ക്യാച്ച് ലൈൻസ്. ഈ പരസ്യത്തിന്റെ ഒരു സാഹിത്യം ഉണ്ടല്ലോ, അത്. പത്രത്തെക്കാൾ ബെറ്റർ ആണോ? കാശിന്റെ കണക്ക് നോക്കിയാൽ ബെറ്റർ. അതിലും കാശുള്ളൊരു ജോലിക്ക് ഓഫർ ഉണ്ട്. ഒരു ക്രിക്കറ്റ് താരത്തിന്റെ ആത്മകഥ എഴുതി കൊടുക്കണം. ആത്മകഥയാണ്. ടെന്തിൽ വെച്ച് ലീന പഠിപ്പ് നിർത്തിയല്ലേ? TB ഇൻഫെക്ഷൻ വന്നപ്പോ. ആ ക്ലൈമറ്റും പറ്റില്ല, സ്കൂളും പറ്റില്ല എന്ന് പറഞ്ഞ് ബഹളം കൂട്ടി പപ്പ വിളിച്ചോണ്ട് പോയിന്ന് ഞങ്ങൾ പിന്നെയാണ് അറിയുന്നത്. യാത്ര പറയാൻ കൂടി പപ്പ സമ്മതിച്ചില്ല എന്ന് വാടൻ പറഞ്ഞു.
പപ്പ പുരോഹിതനായിരുന്നു എന്നറിയാം. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നല്ലേ? സ്ട്രിക്റ്റ് തന്നെ, പക്ഷേ അവളുടെ അടുത്ത് വളരെ സോഫ്റ്റ് ആയിരുന്നു. അതവൾ എപ്പോഴും പറയും. 3rd സ്റ്റാൻഡേർഡ് തൊട്ട് 10th വരെ നിങ്ങൾ ഒരുമിച്ചായിരുന്നു? 8 കൊല്ലം സെയിം ക്ലാസ്, ഹോസ്റ്റലിൽ ഒരുമിച്ച്. എന്നാലും അവൾക്ക് ഈ ആക്സിഡന്റ് അറിയേണ്ടിയിരുന്നില്ല. സോറി. ലീനയുടെ എഴുത്തിനെ പറ്റി നിങ്ങളാരും ശ്രദ്ധിച്ചിരുന്നില്ലേ? പിന്നെ അന്ന് എഴുതലിനേക്കാൾ അധികം പറയലാണ്. ലീനയുടെ തിരുമൊഴികളെന്ന് ഞങ്ങൾ തമാശ പറയും. എല്ലാറ്റിനെ പറ്റിയും അവൾക്കൊരു വിചിത്രമായ കമന്റ് ഉണ്ടാവും. വല്ലത് ഓർമ്മയുണ്ടോ? ജസ്റ്റ് ഫോർ ദ ഫൺ ഓഫ് ഇറ്റ്, ഏതെങ്കിലും ഒരു കമന്റ്? ഇപ്പൊ ഒന്നും ഓർമ്മ വരുന്നില്ല. പത്തൊമ്പത് വയസ്സിൽ എഴുതി തുടങ്ങി, 27 മരിച്ചു. അതിനിടയ്ക്ക് ഏകദേശം 200ഓളം കവിതകൾ. ഒന്നും മോശമെന്ന് പറയാനാവില്ല. അപ്പോ ഷി വാസ് ഗ്രേറ്റ്. ശ്രദ്ധിക്കാത്തത് എന്റെ തെറ്റ്. പറഞ്ഞല്ലോ, ഇവിടെ വന്നതിൽ പിന്നെ മലയാളമായിട്ട് വലിയ കോണ്ടാക്ട് ഇല്ല. എന്റെ കയ്യിലൊരു കളക്ഷൻ ഉണ്ട്, തരാം. സ്കൂളിൽ നിന്ന് പപ്പ കൊണ്ടുപോയതിനു ശേഷം ലീനയെ പറ്റി നിങ്ങളാരും ഒന്നും അറിഞ്ഞില്ലേ? ലീനയെ പറ്റി എന്തെങ്കിലും എഴുതാൻ പറ്റുമോ? സ്കൂൾ ലൈഫിനെ ബേസ് ചെയ്ത് ഒരു അനുസ്മരണം പോലെ. അയ്യോ, എന്റെ മലയാളം ഒരു കുഴപ്പമില്ല, ഭാഷ വരും. കുറച്ച് ഇംഗ്ലീഷ് എടുത്ത് പെരുമാറി കഴിഞ്ഞാൽ പിന്നെ മലയാളം വരില്ല എന്ന് പറയുന്നത് ഒന്നുകിൽ വെറും ജാട, അല്ലെങ്കിൽ അധൈര്യം. അധൈര്യം കൊണ്ട് തന്നെ. ശ്രമിച്ചു നോക്കൂ, സംതിങ് പേഴ്സണൽ. ലീനയുടെ കവിതകളെല്ലാം ചേർത്ത് ഒരു വലിയ വോളിയം പ്രസിദ്ധീകരിക്കണമെന്നുണ്ട്. ഒരു പഠനം, ജീവചരിത്രം, പിന്നെ ചില ഓർമ്മക്കുറിപ്പുകൾ. മരിച്ചാൽ ഇവിടെ പ്രശംസ വാരിക്കോരി ചൊരിയും. 3-ാം ദിവസം ആളുകൾ അത് മറക്കുകയും ചെയ്യും. നമ്മൾ കാണുന്നതല്ലേ. ഒരു ചരിത്രരേഖയായിട്ടെങ്കിലും അങ്ങനെ ഒരു ഗ്രന്ഥം കിടക്കട്ടെ. എന്റെ ആഗ്രഹമാണ്, ഒരു സ്മാരകം പണിയുന്നത് പോലെ. ടീച്ചിങ് ആണ് എനിക്ക് പറ്റിയത്. ധാരാളം ഫ്രീ ടൈം, ലൈബ്രറി. നിന്റെ പപ്പ കേൾക്കണ്ട. നീ ഡോക്ടറായി വരുമെന്ന് വിചാരിച്ചിട്ട് നാട്ടിൽ നേരത്തെ ആസ്പത്രിക്ക് പണപ്പുര തുടങ്ങിയിട്ടുണ്ട് കുട്ടി. അയ്യോ വേണ്ട, വേദന കൊണ്ട് വ്യാപാരം നടത്താൻ എന്നെ കൊണ്ടാവില്ല. ഇതിന് ബോട്ടിംഗ് അനുവദിക്കരുത്. മേഘങ്ങൾ സൗകര്യമായി ഇടയ്ക്ക് മുഖം നോക്കട്ടെ. തുടങ്ങിക്കോ നിന്റെ പ്രാന്ത്. വേറെന്തൊക്കെയുണ്ട് വെളിപാട്? നല്ല സ്ഥലം. ജോസഫ് മാത്യു ഇപ്പോൾ നാട്ടിൽ തന്നെ. എറണാകുളത്ത് നിന്ന് 1.5 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. നാട്ടിൽ വരുമ്പോ അറിയിച്ച മാത്യു വന്ന് കാണും. ഹീൽ ബി ഹാപ്പി. ഞാൻ നാട്ടിൽ പോയിട്ട് 3 കൊല്ലായി. ഓ, അച്ഛനും അമ്മയൊക്കെ മദ്രാസിലാണല്ലോ. അപ്പൊ വെക്കേഷൻ മദ്രാസിലും പോക്ക് അപൂർവം. ഇത് വായിച്ചു നോക്ക്, ഞാൻ പിന്നെ തിരിച്ചു വാങ്ങിച്ചോളാം. നിശാചരി. നാളെ സൺഡേ ക്ലാസ്സിലല്ലോ. ഡിപ്പാർട്ട്മെന്റ് വരെ ഒന്ന് പോണം. രാവിലെ കുറച്ച് സമയം. ഫ്രീ ആണെങ്കിൽ പുറത്തേക്ക് ക്ഷണിക്കാം, ലഞ്ചിന്. പുസ്തകം വായിച്ചതിന് ശേഷം എനിക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാനുണ്ട്. നാളെ ഈവനിങ് ഞാൻ ഫ്രീ ആണ്, ഇങ്ങോട്ട് വരാം. ഓക്കെ, നിൽക്കൂ. ഒരു കാര്യം പറയണമെന്ന് സംശയിച്ചു ആദ്യം. ലീന മരിച്ചത് പറഞ്ഞ പോലെ ആക്സിഡന്റിലല്ല, അതൊരു ആത്മഹത്യയായിരുന്നു. ഇല്ല, പ്രതീക്ഷിക്കുന്ന ഒരു കാരണവുമില്ല. അവർ വളരെ വളരെ സ്നേഹത്തിലായിരുന്നു. തർക്കവും വഴക്കവും ഒന്നുമില്ല. തികഞ്ഞ പരസ്പര ധാരണ. പിന്നെ അതാണ് എനിക്കും അറിയേണ്ടത്. ലീനയ്ക്ക് അന്ന കരീനിനെ പോലെ ഒരു കാമുകനില്ല.
ഭർത്താവും കാമുകനും ആരാധകനുമൊക്കെ മാത്യുവിന് മറ്റൊരു പെണ്ണിലും കണ്ണു പതിഞ്ഞിട്ടില്ല. ഒരസുരവുമില്ല. പിന്നെ എന്തിന്? അതാണ് ഞാനും ചോദിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ചികഞ്ഞു നോക്കാൻ ഞാൻ ഒരുപാട് പൊന്തയിളക്കിയതും സംസാരിച്ചതും അതുകൊണ്ട് തന്നെ. ആലോചിച്ച് നോക്ക്. സി, ഇഫ് യു ക്യാൻ ഹെൽപ്പ് മീ, ഞാൻ നാളെ വരാം. സി. See you. ഞാൻ വിടാം. വേണ്ട, അടുത്തല്ലേ. അധികം ദൂരം ഉണ്ടെങ്കിലേ കയറുമെങ്കിൽ വളഞ്ഞ വഴിക്ക് ഓടിക്കാം. കയറ്.